ഒന്നും ഒരു പോസ്റ്റർ പോലും ചിലപ്പോൾ നിങ്ങൾ കാണില്ല. ഞാൻ 100 രൂപ കൊടുത്തിട്ടുള്ളൂ, അവന്റെ കയ്യിൽ കാശില്ല. അപ്പൊ ജനങ്ങള് സ്വയം തയ്യാറായി വരികയാണ്. അവർ സ്വയം പിരിവെടുത്ത് പോസ്റ്റർ അടിക്കുന്നു. ഇപ്പൊ ഇതിൽ വീഡിയോ ഇങ്ങനെ കാണുന്ന പല സ്ഥലങ്ങളിലും കൊടി കെട്ടുന്നു എന്റെ ചിത്രം വെച്ചുകൊണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നതാണ്, ഞാൻ പബ്ലിക്കിന്റെ റെസ്പോൺസ് ആണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ജനം ഇതിൽ ഒരുമിച്ച് ചേർന്നാൽ ആ ജനത്തിനോടൊപ്പം ഒരു അണിയായിട്ട് ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞിടത്ത് തന്നെ എപ്പോഴും നിൽക്കുന്നത്. ആദ്യഘട്ടത്തിൽ താങ്കൾക്ക് വലിയ അവകാശവാദങ്ങളൊന്നും ഉണ്ടായിരുന്നു പരിപാടിക്ക്. 50 കസേര ഇടുന്നതാണ്. പിന്നീട് 1 ലക്ഷം ആളെ പങ്കെടുപ്പിക്കുന്നൊക്കെ നിങ്ങളുടെ 50 കസേര എന്ന് പറയുമ്പോഴും അവിടെ 25,000 ആൾ പങ്കെടുക്കുന്ന എനിക്കറിയാം. അപ്പം 50 കസേര പറയുന്നതാണല്ലോ, അത് കേൾക്കുമ്പോൾ മറ്റൊരു സുഖം ഉണ്ടാവും, ഒരു സമാധാനം. ആ സമാധാനം വെറുതെ ആരെ കെടുത്തിട്ടുണ്ടല്ലോ, വൈകുന്നേരം വരെ ആ സമാധാനം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച. ഇനിയിപ്പോ സമാധാനം കെടുത്താനുള്ള തീരുമാനമാണ്. അതുകൊണ്ടാണ് 1 ലക്ഷം ഉണ്ടാവുമെന്ന് പറഞ്ഞത്. ആ 1 ലക്ഷം ജനങ്ങൾ അവിടെ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ വികാരം അതാണ്. ഇതൊരു എന്താ പറയാ, ഇതൊരു ജനങ്ങളുടെ രാഷ്ട്രീയമാണ്. ജനങ്ങളുടെ വിഷയങ്ങളാണ് പറയുന്നത്, ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പൊ ഈ ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിരുന്നു. RC എന്ന് പറയുന്ന സാധനം നാട്ടിലില്ല. ഈ വാഹനവുമായി കച്ചവടവുമായി ബന്ധപ്പെട്ട 10,000 ആളുകൾ എത്രയോ കാലമായിട്ട് പട്ടിണിയിലാണ്. അതുപോലെ ഇവിടുത്തെ ടൂറിസ്റ്റ് ബസ്സുകൾ മുഴുവൻ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും പോയി. അശാസ്ത്രീയമായ ടാക്സ് കാലം. നാഷണൽ പെർമിറ്റ് ലോറികൾ മുഴുവൻ പുറത്തേക്ക് പോയി. ഇന്നലെ പിടിച്ചൊരു പ്രധാന വിഭാഗം അതാണ്. അപ്പം അതോടൊപ്പം തന്നെ ഈ ടൂ വീലർ ഇരിക്കുന്നതിൽ മഹാഭൂരിപക്ഷവും നമ്മളെ നാട്ടിൽ ഉപയോഗിക്കുന്ന വാഹനമാണ്. എന്ത് ടൂ വീലർ? ഏറ്റവും കൂടുതൽ ഈ പോലീസ് ഹറാസ് ചെയ്യുന്ന ഈ ടൂ വീലർ യാത്രക്കാരെയാണ്. അപ്പൊ അവർ വിളിച്ചിരുന്നു. നമ്മുടെ പാർട്ടിയുടെ നയരേഖയിൽ ആ വിഷയമെന്ന് ഉൾപ്പെടുത്തി അവർക്കൊരു പ്രൊട്ടക്ഷൻ, ഈ പോലീസ് കാണിക്കുന്ന അനീതിയിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും കേരളത്തിലെ മുഴുവൻ ടൂ വീലേഴ്സിനെയും പോലീസിന്റെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെയും അന്യായമായ പീഡിപ്പിക്കലിലും അന്യായമായ ഫൈൻ ഇടുന്നതിനും എതിരെയുള്ള ഒരു പ്രതിരോധം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തീർക്കാൻ ടൂ വീലേഴ്സ് റൈഡേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ച് അതിനൊരു പ്രൊട്ടക്ഷൻ ഫോറം ഉണ്ടാക്കാൻ ഉള്ള തീരുമാനവും ഈ ഞായറാഴ്ചത്തെ വിഷയത്തിൽ നമ്മൾ പറയാൻ പോവാണ്. ഇത് സാധാരണക്കാരന്റെ വാഹനമാണ്. ആകെ 10 രൂപയ്ക്കും 12 രൂപ 12,000 രൂപക്കും ജോലി ചെയ്യുന്നവന് 1000, 2000, 3000 ഫൈൻ അടച്ചാൽ എവിടെ എത്തും? അപ്പോൾ അത്തരം വിഷയങ്ങൾ, ജനങ്ങളെ താഴെ തട്ടുന്ന വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുക്കും. അത് തന്നെയാണ് ഇതൊരു ജനകീയ മുന്നേറ്റമാകും എന്ന് പറയുന്നത്. നിലമ്പൂരില് പാർട്ടിയിൽ മാത്രമായിട്ടും വേദിയിൽ ഉണ്ടായിരുന്നത്. അതെ, മഞ്ചേരിയിൽ നമുക്ക് വേദിയില് ഇടതുപക്ഷ നേതാക്കളെ ആരെങ്കിലും പ്രതീക്ഷിക്കാൻ ഒരാളുണ്ടാവില്ല. ചിലപ്പോൾ അവിടെ സ്വാഗതം ഈ പറയുന്ന നന്ദിയും പറയൽ ഞാൻ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണാം. ഗീവ് മീ സം ടൈം. ഞാൻ പറഞ്ഞില്ലേ, 25 പഞ്ചായത്ത് താഴെ പോകുന്ന ഞാൻ പറഞ്ഞത്. അത് 50 ക്രോസ് ചെയ്തു ഞാൻ പറഞ്ഞു. ജില്ലകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. നമുക്ക് കാണാം, തിരക്കില്ല. സമീപ ജില്ലകളിൽ നിന്നൊക്കെ ഈ പറയുന്ന ആവേശക്കാരുണ്ടല്ലോ, അങ്ങനെ കുറച്ച് ആളുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം വരുമെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചിട്ടുണ്ട്. സമസ്തയുടെ മുഖപത്രം ഇന്ന് മുഖ്യമന്ത്രിക്കും ഒപ്പം സർക്കാരിനും വിമർശനമായിട്ട് മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്.